ശാന്തമായി പശ്ചിമേഷ്യ തുടരുകയാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ഇറാന്റെ പ്രതിരോധ ആണവ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്തെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ നോക്കണമെന്നും US ഉത്തരവാദിത്തം ഏൽക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. Maneuver. It's relatively safe, but you need a lot of help in the sense of you need ships, you need volume. And NATO could help us, but they so far haven't had the courage to do so. And others could help us, but, we don't use it. At a certain point, it'll open itself. The strait itself is, we're doing a good job. But it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved. ഇതിനിടെ US സൈനിക താവളങ്ങൾ വിട്ടു നൽകിയ ബ്രിട്ടൻ ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞു. ശത്രുക്കൾക്ക് നല്ല വർഷമല്ല വരാനിരിക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. അജയ് സുതാ ബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷങ്ങളല്ല. മുസ്തഫയുടെ വാക്കുകൾ എങ്ങനെ വിലയിരുത്തണം? മുസ്തഫ ഖമനി ഒരു പ്രസ്താവന വഴിയാണ് ഇത്തരമൊരു കാര്യം അത് സന്ദേശമായി നൽകിയത്. ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. അദ്ദേഹം ചികിത്സയിലാണ്, ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടെയാണ് ഒരു ഇറാനിയൻ മാധ്യമം വഴി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശത്രുക്കൾക്ക് ഒരു നല്ല വർഷമല്ല വരാനിരിക്കുന്നത്, ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടികൾ തുടരും. അതുപോലെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ പരിഹസിച്ചുകൊണ്ടും മുസ്തഫ ഖമനി രംഗത്തെത്തുന്നുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചതുകൊണ്ട് മാത്രം ഇറാനിലെ ജനങ്ങളെ തളർത്താമെന്ന് US ഇസ്രായേലും കരുതണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഒമാൻ അതുപോലെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നടന്നിട്ടുള്ള ആക്രമണം അത് ഒരിക്കലും ഇറാൻ നടത്തിയതല്ല, ഇത് ഇസ്രായേൽ ഇറാന്റെ പേരിൽ നടത്തിയ വ്യാജ ആക്രമണങ്ങളാണ് എന്നും മുസ്തഫ ഖമനി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒമാൻ, തുർക്കി പോലെയുള്ള സൗഹൃദ രാജ്യങ്ങളെ ഒപ്പം നിർത്താനുള്ളൊരു ശ്രമവും മുജിതബയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നതാണ്. അതായത് അരക്ചി വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബ്രിട്ടൻ US അവരുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടൻ ഇതിനു മുൻപേ ഇക്കാര്യം ആലോചിച്ചിരുന്നു. എന്നാൽ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് US സൈനിക താവളങ്ങളൊന്നും തന്നെ വിട്ടു നൽകിയിരുന്നില്ല. എന്നാൽ നിലവിൽ ഈ യുദ്ധം കൂടുതൽ കടുത്ത സാഹചര്യത്തിൽ ബ്രിട്ടൻ അവരുടെ സൈനിക ബേസുകൾ, ഇപ്പോൾ സൈപ്രസ് ദ്വീപിലെ ഉൾപ്പെടെയുള്ള ബേസുകൾ US വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞത്, ബ്രിട്ടനിലെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളെ യോജിക്കുന്നതല്ല, അനാവശ്യമായി ബ്രിട്ടൻ അവരുടെ രാജ്യത്തെ ജനങ്ങളെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. സൗദി അറേബ്യ 3 മണിക്കൂറിനിടെ 38 ഡ്രോണുകളാണ് നിർവീര്യമാക്കിയത്. UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കും ആക്രമണം തുടരുന്നുണ്ട്. ഇസ്രായേലിൽ ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിൽ ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് ചില പുരാതന ആരാധനാലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് വിവരമുണ്ട്. ഈ സംഘർഷങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഈ ഓൾഡ് സിറ്റിയിലെ ഉൾപ്പെടെ ആരാധനാലയങ്ങൾ സർക്കാർ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പരിക്കുകളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ്. ട്രംപ് പറയുന്നത്, നിലവിൽ ഈ US ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങൾ പിൻവലിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നത്, US തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു, ഇറാന്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളെയും പൂർണ്ണമായി തകർത്തു,
അവരുടെ പ്രതിരോധ വ്യവസായ മേഖലയെ ഇല്ലാതാക്കി. ഇറാന്റെ നേവി, എയർക്രാഫ്റ്റ്, അതുപോലെ ആന്റി എയർക്രാഫ്റ്റ് വെപ്പണറി എന്നിവ തകർത്തു. ഇറാന്റെ ആണവ സംവിധാനങ്ങളും US പൂർണ്ണമായി നിർവീര്യമാക്കി. അവർക്കിനി US-ന്റെ ഒരു മേൽനോട്ടത്തിലല്ലാതെ US അറിയാതെ ഇനി ഒരിക്കലും ഇറാന് ഒരു ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. പക്ഷേ ഇവിടെ ഒരു കൈകഴുകുന്ന, അദ്ദേഹം ഒന്ന് കൈകഴുകി US ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലാണ്. ഈ സംഘർഷം ആരംഭിച്ചു വിട്ടത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങൾ നോക്കണമെന്നതാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ഹോർമുസ് വഴി US യാതൊരു വ്യാപാരം നടത്തുന്നില്ല. ഇത് ചൈന, ജപ്പാൻ, അതുപോലെ ഇത്തരത്തിലുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്നത്. ഈ ഹോർമുസിന്റെ സുരക്ഷ ആ രാജ്യങ്ങൾ നോക്കണം. അമേരിക്ക ഇനി ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അമേരിക്ക വേണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ചെയ്തു തരും, എന്നാലും ആ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കടലിടുക്കിന്റെ സുരക്ഷ നോക്കേണ്ടത് എന്നും ട്രംപ് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ട്രംപ് സൂചിപ്പിച്ചിരുന്നത് ഈ ഹോർമുസിന്റെ സുരക്ഷ അത് അമേരിക്ക വഹിക്കും, ഇതുവഴി ഗതാഗതം നടത്തുന്ന കപ്പലുകൾക്ക് US നേവി അകമ്പടിയായി പോകും എന്നെല്ലാം ട്രംപ് പറഞ്ഞിരുന്നു. നിലവിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം പൂർണ്ണമായി ഒഴിയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് പരിഹാസമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് US ഇപ്പോൾ നിലവിൽ അവകാശപ്പെടുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നേവി, എയർഫോഴ്സ് എന്നിവ തകർത്തു എന്നാണ്. എന്നാൽ ഇത് അവകാശപ്പെട്ടതിന് ശേഷമാണ് US-ന്റെ F-35 വിമാനങ്ങൾ ഇറാൻ തകർത്തത്. അതുപോലെ തന്നെ അവരുടെ എബ്രഹാം ലിങ്കൺ കപ്പലിനെ മുൻപ് സ്ഥിതി ചെയ്തിരുന്ന ഇറാന്റെ ഏറ്റവും അടുത്തുള്ള തീരത്ത് നിന്ന് കുറച്ചുകൂടി പിന്നോട്ട് അകറ്റാനും ഇറാന്റെ ആക്രമണങ്ങൾ വഴി സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഇപ്പോഴും സുശക്തമായി തന്നെ യുദ്ധത്തെ നേരിടുന്നുവെന്നും അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ തെളിവുകൾ തന്നെ പശ്ചിമേഷ്യയിൽ കാണുന്നുണ്ട്. ഇപ്പോഴും സംഘർഷങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും സംഘർഷം ഉണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇപ്പോൾ നിലവിലുണ്ടായിട്ടില്ല എന്നത് നമുക്ക് കുറച്ചൊരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഇറാൻ അകത്ത് ആക്രമണങ്ങൾ രൂക്ഷമാണ്. ടെഹ്റാൻ ഉൾപ്പെടെ പല നഗരങ്ങളിലും സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ അശാന്തമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനെ വലിയ സംഭവങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും അശാന്തമായി തന്നെ തുടരുകയാണ്. ഇറാനിൽ പ്രത്യേകിച്ച് പല നഗരങ്ങളിലും ഇപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.